നിലമ്പൂരില് ആവേശം ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ മുറുകി വരികയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി UDF LDFും പ്രചരണം കൊഴുപ്പിക്കുമ്പോൾ പ്രധാന നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടാൻ ഇന്നും മണ്ഡലത്തിലുണ്ട്. UDFിലെ അനൈക്യവും അഭിപ്രായ ഭിന്നതയും ഒക്കെ LDF ആയുധമാക്കുമ്പോൾ ദേശീയപാത അടക്കമുള്ള ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രചരണത്തിൽ സജീവമായി BJPയും രംഗത്തുണ്ട്. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിലെ, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിനെ സംബന്ധിച്ച് ഓരോ ദിവസം കഴിയുമ്പോഴും ഈ പോരാട്ട ചൂട് ഏറുകയാണ്. ഈ സ്ഥാനാർത്ഥികളുടെയൊക്കെ ഇടതുപക്ഷമാകട്ടെ, അതുപോലെ LDF ആവട്ടെ UDF ആവട്ടെ, രണ്ട് മുന്നണികളിലെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ക്യാമ്പ് ചെയ്ത് അവിടെ പ്രചരണം നടത്തുന്നുണ്ട്. BJPക്ക് ഇരിക്കുന്നു, നാളെ സുരേഷ് ഗോപിയൊക്കെ മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട്. ഇന്നിപ്പോൾ എന്താണ് നിലമ്പൂരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്? ഓരോ സ്ഥാനാർത്ഥികളുടെയും ഒക്കെ പ്രചരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? സേതു, ഗുഡ് മോർണിംഗ്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൻ്റെ എല്ലാ കണ്ണുകളും ഇപ്പോഴുള്ളത് നിലമ്പൂരിലാണ്. നിലമ്പൂരിലെ ആര് ജയിക്കും, ആരാകും മുൻതൂക്കം നേടുക എന്നതൊക്കെയുള്ള പ്രവചനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഒരു പൊതുചിത്രം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ആരൊക്കെ മത്സരിക്കുന്നു, എങ്ങനെയൊക്കെയാണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് പൊതുരംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഈ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച്, അല്ലെങ്കിൽ ചില അനൈക്യമുണ്ടെന്ന അതൊക്കെ മാറ്റിവെച്ച് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നാണ് നേതാക്കൾ പറയുന്നത്. ഇന്നലെ UDFിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗും ഉണ്ടായിരുന്നു. റിവ്യൂ മീറ്റിംഗിലും ആദ്യഘട്ടത്തിൽ ചില പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒറ്റക്കെട്ടായി മുന്നേറുന്നു. സ്ഥാനാർത്ഥിക്ക് ആര്യൻ ഷൗക്കത്തിന് കൃത്യമായ സ്വാധീനം മണ്ഡലത്തിലുണ്ട്, മുൻതൂക്കമുണ്ട് എന്നാണ് UDFിൻ്റെ ഒരു പൊതു വിലയിരുത്തലെങ്കിലും സജീവമായി തന്നെ ആ പൾസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് UDFിൻ്റെ തീരുമാനം. ആ ചർച്ചയിലും ഇന്നലത്തെ റിവ്യൂ മീറ്റിംഗിലും അക്കാര്യങ്ങളൊക്കെ ചർച്ചയായി വരികയും ചെയ്തു. എന്തായാലും നേരത്തെ മുൻപുണ്ടായിരുന്ന അൻവറിൻ്റെ വിഷയങ്ങളൊക്കെ ഇരു മുന്നണികളും അത് പതിയെ മാറ്റിവെക്കുകയാണ്. രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്ന ഇപ്പോൾ തന്നെ നിലവിലെന്തായാലും സജീവ ചർച്ചയായി നേരത്തെ ഉയർന്നു വന്നിരുന്നത് ഒന്ന് ഈ UDFിൻ്റെ കൺവെൻഷൻ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് പാണക്കാട് കുടുംബത്തിലെ ആരും പങ്കെടുക്കാത്തതാണ്. ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിനെ മേക്ക് ഓവർ ചെയ്യാൻ UDFിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചരണ പരിപാടിയിൽ ഉദ്ഘാടനം എത്തിയത് അബ്ബാസ് അലി തങ്ങളാണ്. അങ്ങനെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്നാണ്, അല്ലെങ്കിൽ ചർച്ച അവസാനിച്ചു എന്നാണ് UDF പറയുന്നത്. പിന്നീട് ഉയർത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് LDF UDF ഇപ്പോൾ ചർച്ചയാക്കി കൊണ്ടുവരുന്നത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിന് നൽകിയ അഭിമുഖമാണ്. അതിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശം അത് അന്ന് കെട്ടടങ്ങിയെങ്കിലും വീണ്ടും സജീവ ചർച്ചയായി ഉയർത്തുകയാണ് കോൺഗ്രസ് UDF. അത് പറയുന്നത് ആ വിഷയം ഇപ്പോഴും എയറിലുണ്ട്. ഇപ്പോൾ നിലമ്പൂരിലും ആ വിഷയമുണ്ട്. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അങ്ങേയറ്റം മോശമായിട്ടാണ് സംസാരിച്ചത്. അതിനുള്ള മറുപടി നിലമ്പൂർ നൽകും. അതെന്തായാലും ലൈം ലൈറ്റിൽ ആ വിഷയം നിൽക്കുന്നു. അത് UDF ആ ചർച്ചയായി തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. മറുപക്ഷത്ത് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനം സർക്കാർ ഏറ്റവും കൂടുതൽ അവരുടെ മുഖമുദ്ര, അല്ലെങ്കിൽ ഏറ്റവും പ്രധാന പ്രചരണം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം നമ്മളത് കണ്ടതുമാണ്. ആ ക്ഷേമ പെൻഷനെ കൈക്കൂലിയായി വ്യാഖ്യാനിച്ചു എന്നാണ്, KC വേണുഗോപാൽ കൈക്കൂലിയായി വ്യാഖ്യാനിച്ചു എന്നാണ് LDF പറയുന്നത്. അതിൽ മാപ്പ് പറയണമെന്നൊരു ആവശ്യമാണ് LDF ഉയർത്തിക്കാട്ടുന്നത്. LDFിൻ്റെ പ്രചാരണ ഘട്ടങ്ങളിലെല്ലാം ആ വിഷയം ഉയർത്തുകയും ചെയ്തു. നേരത്തെ മറ്റൊന്ന് സേതു സൂചിപ്പിച്ചതാണ്, സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിഷയങ്ങളാണ് ഇപ്പോൾ സജീവമായി വീണ്ടും ചർച്ചയായി ഉയർന്നു വരുന്നത്. ദേശീയപാതയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ദേശീയപാത കൃത്യമായി അതിൻ്റെ നേട്ടങ്ങൾ പറയുമ്പോഴും അത് തകർന്നത് സംസ്ഥാന സർക്കാരിന് വലിയ ക്ഷീണമായിരുന്നു. അത് ദേശീയപാത അതോറിറ്റിക്കാണ് അതിന് ഉത്തരവാദിത്തമെങ്കിലും അത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് സംസ്ഥാനമാണ് എന്ന അവകാശവാദം ഉണ്ടായിരുന്നു. പക്ഷേ അത് തകർന്നപ്പോൾ ഏറ്റെടുത്തില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. അതൊക്കെ സജീവ ചർച്ചയായി ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 9 മണിക്ക് PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താകും ഇനി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. നേരത്തെ ഒരു പത്രിക അദ്ദേഹത്തെ തള്ളുകയും ചെയ്തു. നിലവിൽ എന്തായാലും പത്രിക പിൻവലിക്കും എന്നുള്ള ഒരു സൂചനയൊക്കെ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയായി ഉയരുന്നുണ്ട്. പക്ഷേ അത് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അദ്ദേഹം മത്സരിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ തന്നെ പറയുന്നത്. പത്രിക പിൻവലിക്കാനുള്ള സാധ്യതയില്ല എന്നും അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ പൊതുവിൽ പത്രിക പിൻവലിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ, അല്ലെങ്കിൽ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അത്തരം രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഇവിടെയുണ്ട്, നിലമ്പൂരിലുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് BJP സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് വന്യമൃഗശല്യം അതിരൂക്ഷമായി തന്നെ മലയോര മേഖലയുടെ എന്തെങ്കിലും പ്രശ്നമാണ്. നിലമ്പൂരിലും അതിരൂക്ഷമായ പ്രശ്നമുണ്ട്. അത്തരം പ്രശ്നങ്ങൾ കൂടി ഉയർത്തിക്കാട്ടിയാണ് BJPയുടെ പ്രചാരണം നടക്കുന്നത്. ഇന്നെന്തായാലും M സ്വരാജ് വഴിക്കടവ് പഞ്ചായത്തിലാണ് രാവിലെ ഉള്ളത്. 8 മണിക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങും. അദ്ദേഹം വാഹന പ്രചാരണമാണ്, ആളുകൾ നേരിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ആര്യൻ ഷൗക്കത്ത് എന്നുള്ളത് അമരമ്പലം പഞ്ചായത്തിലാണ് രാവിലെ ഉള്ളത്. അവിടെ അബ്ദുൽ സമദാനിയാണ് ആ പ്രചാരണം ഉദ്ഘാടനം ചെയ്യുക. വൈകിട്ട് രാത്രി 9 മണിക്ക് ചുങ്കത്തറ പഞ്ചായത്തിലെ എരുമമുണ്ടയിലാണ് സമാപനം. ഇവിടെ മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ പങ്കെടുക്കും. എന്തായാലും K സുധാകരൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നില്ല. അതും ഒരു ചർച്ചയായി ഉയർന്നു വന്നിരുന്നു. എന്തായാലും അദ്ദേഹം ഇന്ന് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്. ശരി ബിനിൽ.